എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. റോസയിലൊക്കെ നല്ലപോലെ പൂക്കളുണ്ടെങ്കിൽ നമ്മൾ നല്ലതായിട്ട് പരിചരണം ആവശ്യമാണല്ലേ. അതുപോലെ തന്നെ ചൂടുള്ള സമയത്ത് പെട്ടെന്ന് തന്നെ റോസ മുരടിക്കുന്നുണ്ട്. മുരടിച്ചുകൊണ്ട് തന്നെ പൂക്കളൊക്കെ മുരടിച്ച പൂക്കളായിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നല്ല ഫെർട്ടിലൈസറും കൊടുക്കണം. റോസയുടെ ചൂടൊക്കെ ഇളക്കി കൊടുക്കേണ്ട അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ചട്ടികളിലുള്ള ബഡ് റോസകളുടെ ചൂടൊക്കെ നല്ലവണ്ണം, അത് മണ്ണ് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. ഇടയ്ക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നല്ല വേരോട്ടം നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ മണ്ണ് ഉറച്ച് നിന്നിട്ട് ആ ചെടി മുരടിച്ച് പോകും കേട്ടോ, പ്രത്യേകിച്ച് ബഡ് റോസുകളൊക്കെ. അതുപോലെ തന്നെ ജൈവ കീടനാശിനിയൊക്കെ ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ മുരടിപ്പ് മാറത്തുള്ളൂ. എക്സോഡസ് നല്ലതാണ്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ. വേപ്പെണ്ണ ഉണ്ടെങ്കിൽ അതും നല്ലതാണ് കേട്ടോ. 5 മില്ലി വേപ്പെണ്ണ എടുത്തിട്ട് ഒരു സ്പൂൺ സോപ്പ് ലിക്വിഡ് ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതും നല്ലൊരു സൊല്യൂഷനാണ് പെട്ടെന്ന് മുരടിപ്പ് മാറാനായിട്ട്. മുരടിപ്പില്ലാത്ത റോസയ്ക്കാണെങ്കിലും നമുക്ക് ഒരു 15 ദിവസം കൂടുമ്പോൾ മസ്റ്റായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. നല്ലപോലെ മുരടിപ്പൊക്കെ ഉണ്ടെങ്കിൽ ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതായത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് 2 ദിവസം കഴിഞ്ഞ് വീണ്ടും 1 കൊടുക്കണം. 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും 1 കൊടുക്കണം. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും 1 കൊടുക്കണം. അപ്പോൾ ആ മുരടിപ്പൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ പരിചരിച്ച് പോയാൽ മാത്രമേ റോസ നല്ല ഹെൽത്തി ആയിട്ട് വളരത്തുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ നേഴ്സറി ബഡ് റോസ്, നാടൻ ബഡ് റോസ് ഒന്നും അത്രയ്ക്ക് വലിയ പ്രശ്നമൊന്നുമല്ല. നേഴ്സറി ബഡ് റോസുകൾക്കാണ് പെട്ടെന്ന് മുരടിപ്പ് ബാധിക്കുന്നത്. മുരടിപ്പ് ബാധിച്ചാലേ ആ ചെടി പെട്ടെന്ന് നശിച്ചു പോകും. എല്ലാവർക്കും അറിയാമല്ലോ, റോസ കൊണ്ടുവെക്കുന്നവർക്ക് മിക്കവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. മുരടിപ്പ് ബാധിച്ചാൽ റോസ പെട്ടെന്ന് പോകുന്നുള്ള കാര്യം അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ഫെർട്ടിലൈസർ കൊടുക്കാം. നല്ലപോലെ പൂക്കളുണ്ടാകുന്നതും അതുപോലെ തന്നെ മുരടിപ്പൊക്കെ മാറുന്നതുമായിട്ടുള്ള നല്ലൊരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ ഇത് പൗഡർ രൂപത്തിലാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ മുട്ടത്തോട് എത്രയും ഉണ്ട് അത്രയും ശേഖരിച്ച് വെക്കുക. അപ്പം ഇതൊന്ന് കഴുകി വാട്ടിയ മുട്ടയുടെ തോടായിരിക്കണം കേട്ടോ, പുഴുങ്ങിയ മുട്ടയുടെ തോടെടുക്കരുത്. വാട്ടിയ മുട്ടയുടെ തോട് ഒന്ന് കഴുകി നമ്മൾ വെളുത്ത് വെച്ച് ഇതൊന്ന് ഉണക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ആവശ്യാനുസരണം എടുക്കാൻ പറ്റും. നമുക്ക് എത്രയുണ്ടോ അത്രയും ശേഖരിച്ച് വെക്കാം കേട്ടോ. 1-2 മുട്ടയുടെ തോടല്ല, കുറേ ആകുമ്പോഴത്തേനും നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചാൽ തന്നെ നമുക്ക് ആവശ്യാനുസരണം എടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഒന്ന് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പൊടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഒന്ന് മിക്സിയിലിട്ട് വേണമെങ്കിലും പൊടിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ഇട്ട് പൊടിച്ചിട്ട് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചാൽ പെട്ടെന്ന് പൊടിഞ്ഞ് വരും. അപ്പോൾ മിക്കവരും ചോദിക്കാറുണ്ട് മിക്സിയുടെ ജാറ് എന്താ പറയുക ബ്ലേഡ് പോവോ എന്നൊക്കെ. അങ്ങനൊന്നുമില്ല, നമുക്ക് ആ മിക്സിയിലിട്ട് പൊടിക്കാം. ബ്ലേഡിൻ്റെ മൂർച്ച കൂട്ടാൻ വേണ്ടി നല്ലതാണ് ഈ ഒരു മുട്ടത്തോട് കേട്ടോ. അങ്ങനെ വേണം ചെയ്യാം. അപ്പം ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഇതാക്കിയിട്ട് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എത്രയും ഉണ്ടോ അത്രയും ശേഖരിച്ചത് നമുക്ക് എടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒന്നുകൂടെ വേണേൽ വെയിലത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഉണക്കാം. അന്നേരം കൊടുക്കുന്നതാണെങ്കിൽ ഉണക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കാം. നമുക്ക് കുറച്ച് ഏറെ ഉണ്ടല്ലോ, നമുക്ക് ഇതുപോലെ ഒന്ന് വെയിലത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാം കേട്ടോ. ഉണക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് വേറെ കാര്യം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകാൻ സഹായിക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ചിരട്ട ചാരം, ഒരു ചിരട്ട നിറച്ച അടുത്ത് ചാരം ഉണ്ട് കേട്ടോ. ഒരു പാത്രത്തിലേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരു ചിരട്ടയ്ക്ക് അളവിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ മുട്ടത്തോട് ഏകദേശം ഒരു ചൊല്ലി ചിരട്ട നിറച്ചുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ വേപ്പിൻ പിണ്ണാക്ക് കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. വേപ്പിൻ പിണ്ണാക്ക് നമ്മുടെ ചെടികളിലുള്ള കേടും കാര്യങ്ങളും മുരടിപ്പും പ്രശ്നങ്ങളും ഒക്കെ മാറാനായിട്ടും അതുപോലെ തന്നെ നല്ല വേരോട്ടം കിട്ടാനായിട്ടും നല്ലപോലെ ചെടികളുടെ വളർച്ചയെ സഹായിക്കാനായിട്ടൊക്കെ വേപ്പിൻ പിണ്ണാക്ക് നല്ലതാണ്. ചെടികൾക്ക് എന്തെങ്കിലും കേടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് മാറി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നല്ലൊരു പവർഫുള്ളായിട്ടുള്ള നല്ലപോലെ പൂക്കളുണ്ടാകാൻ സഹായിക്കുന്ന ഒരു പൗഡർ രൂപത്തിലുള്ള ഫെർട്ടിലൈസറാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ലിക്വിഡ് രൂപത്തിലുള്ള കൊടുത്തു കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഇതുപോലെ പൗഡർ രൂപത്തിലുള്ള ഫെർട്ടിലൈസർ കൊടുക്കണം. ഇങ്ങനെ മാറി മാറി നമ്മൾ ഇതുപോലെ കൊടുക്കുമ്പോഴാണ് നമ്മുടെ ചെടികൾക്ക് നല്ല എന്താ പറയുക ധാരാളം മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയ നല്ല നല്ല വളങ്ങൾ നമ്മുടെ ചെടികൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു വളം തന്നെ എപ്പോഴും കൊടുക്കരുത്, പല രീതിയിലുള്ള വളങ്ങൾ മാറി മാറി കൊടുക്കണം. നമ്മൾക്ക് എന്ന പോലെ തന്നെ ചെടികൾക്കും പല രീതിയിലുള്ള ഭക്ഷണങ്ങൾ ആവശ്യമാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ചെടികളുടെ ചുവട്ടിലെ പുല്ലൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞതിന് ശേഷം നമുക്കിപ്പോൾ കുറച്ച് പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്ന ചെടികൾ, റോസാ ചെടികൾ അതിൽ പൂക്കളൊന്നും വിരിയുന്നില്ല, കുറച്ച് പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുക എന്നുണ്ടെങ്കിൽ ആ ചെടിയുടെ ചുവട്ടിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കും. അതിൽ നമുക്ക് ട്രിം ചെയ്ത്, അതായത് സോഫ്റ്റ് പ്രൂണിങ് കൂടെ ചെയ്ത് കൊടുക്കാം. അന്നേരം തന്നെ പുതിയ പുതിയ തളർപ്പുകൾ വരുന്നതായിട്ട് കാണാൻ സാധിക്കും കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു കൈപിടി വീതം ഇതുപോലെ അതിൻ്റെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കുക. തീരെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുക. മണ്ണ് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മണ്ണ് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് തന്നെ പുതിയ പുതിയ തളർപ്പുകൾ വരുന്നത് കാണാൻ സാധിക്കും. വേണമെങ്കിൽ കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ, വലിയ പൂക്കളൊന്നും ഇല്ല, 1-2 പൂക്കളൊക്കെയാണ് വരുന്നതെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്രൂൺ ചെയ്തതിന് ശേഷം ഈ ഒരു പൗഡർ രൂപത്തിലുള്ള ഫെർട്ടിലൈസർ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ.
എപ്പോഴും ശ്രദ്ധിക്കണം, ഇതിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ചുവട്ടിലെ കാടൊക്കെ പറിച്ച് കളയണം. അല്ലെങ്കിൽ നമുക്ക് ഈ ഇടുന്ന വളങ്ങളൊക്കെ ആ പുല്ലൊക്കെ കാടുകളൊക്കെ പിടിച്ചെടുത്തിട്ട് നമ്മുടെ ചെടികളിലോട്ട് അത് വലിച്ചെടുക്കത്തില്ല കേട്ടോ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം. എപ്പോഴും ചെടിച്ചട്ടിയുടെ ചൂടൊന്ന് മണ്ണൊക്കെ ഒന്ന് വൃത്തിയാക്കി കാടൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഒരു ഫെർട്ടിലൈസർ നമുക്ക് ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ. അപ്പം നല്ല രീതിയിൽ പൂക്കും. ഈ ഒരു ചെടി നോക്കി, ഇത് പോയ ഒരു റോസാ ചെടിയായിരുന്നു കേട്ടോ. അപ്പം ഞാനൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തതാണ്. എന്നിട്ട് ഈ ഒരു വളം ഇട്ട് കൊടുത്തപ്പോഴത്തേനും ഇത് നല്ല രീതിയിൽ തളിർപ്പുകൾ വരുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ 15 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഒന്നും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നല്ല ആർത്ത് നല്ല രീതിയിൽ നമ്മുടെ ആ ഒരു ചെടി വന്നിട്ട് നിറയെ മുട്ടുകളും പൂക്കളും പുതിയ തളിർപ്പുകളും ഉണ്ടാകാനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ ഫെർട്ടിലൈസർ 15 ദിവസം കൂടുമ്പോഴും ആഴ്ചയിലൊക്കെ നമുക്ക് മാറി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കല്ലേ.